നെക്സ്റ്റ് പവർ സ്ക്രൂവിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ എന്താണ് പവർ സ്ക്രൂ? പവർ സ്ക്രൂ മീൻസ് പവർ സ്ക്രൂ ഈസ് ഓൾസോ നോൺ ആസ് ട്രാൻസ്ലേഷൻ സ്ക്രൂസ് എന്നറിയപ്പെടും. TRANSLATION. It is used to convert rotary motion into translatory motion. ഓക്കെ, ഒരൊറ്റ അറിഞ്ഞാൽ മതി. ഇനി എന്താണ് പവർ സ്ക്രൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും ഇവിടെ. എ സ്ക്വയർ ത്രെഡഡ് power screw has a nominal diameter of 30 mm and pitch 6 mm with double threads. The load on the screw is 6 kN and the mean diameter of the threaded collar is 40 mm. The coefficient of friction for the screw is 0.1 and collar is 0.09. Determine number 1 torque required to raise the screw against the load. Second question, torque required to lower the screw. Third one, overall efficiency of the power screw. Fourth one, is the power screw where it is self-locking ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. പവർ സ്ക്രൂ സെൽഫ് ലോക്കിംഗ് ആണോ അല്ലയോ എന്ന് കൂടി നമ്മൾ ചെക്ക് ചെയ്യാം. ഇതാണ് 4 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ അതിന് ബേസ് ചെയ്ത് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണം. So let us see how to solve this problem. അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് ഈ പവർ സ്ക്രൂവിൻ്റെ എന്ത് കാണുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് കാണാം? ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 134 എടുക്കുക. ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 134. ആ 134ൽ നമുക്ക് കാണാൻ പറ്റും പേജ് നമ്പർ 134 ഇക്വേഷൻ നമ്പർ 9.12a എടുക്കുക. ഇക്വേഷൻ 9.12a ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 135 ഇക്വേഷൻ 9.12a. എന്താണ് ഇക്വേഷൻസ്? ഫോർ സ്ക്വയർ ത്രെഡ്സ് ദ ടോട്ടൽ ഫ്രിക്ഷണൽ ടോർക്ക് ഇൻക്ലൂഡിംഗ് ദി കോളർ ഫ്രിക്ഷൻ ടോർക്ക് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അതായത് ക്വസ്റ്റ്യനിൽ കോളർ ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്. FC എന്ന് പറഞ്ഞ ടേം, അതാണ് കോളർ ഫ്രിക്ഷൻ. അത് ക്വസ്റ്റ്യൻ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് FC × DC എന്ന് പറഞ്ഞ ടേം ഉടനെ 0 ആയി പോകും, അതെടുക്കണ്ട. പക്ഷേ ഇൻ അവർ ക്വസ്റ്റ്യൻ കോളർ ഫ്രിക്ഷൻ ഈസ് ഗിവൺ, ദാറ്റ് ഈസ് 0.09. സോ അവർ ഇക്വേഷൻ ഈസ് ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 135 9.12a നോക്കിയാൽ ടോർക്ക് ഈസ് ഈക്വൽ ടു W/2 ഇൻറ്റു സ്മോൾ ലെറ്റർ d2 ഇൻറ്റു ബ്രാക്കറ്റിൽ tan alpha plus small letter f divided by 1 minus f into tan alpha plus fc into dc. ഇത് കാണാൻ പറ്റും. ആ ഇക്വേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യണം. ടോർക്ക് റിക്വയർഡ് ടു റൈസ് ദി ലോഡ്, ഒന്നാമത്തെ കണ്ടീഷൻ ഇത് കാണാൻ പറഞ്ഞാൽ വി ഹാവ് ടു ഗോ ഫോർ ദിസ് ഇക്വേഷൻ ഡാറ്റാ ബുക്ക്. ഓക്കെ, സോ അവിടെ W നമുക്കറിയാം, ഇറ്റ് ഇസ് ഗിവൺ ഇൻ അവർ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് 6 kN which is 6 × 10⁻³ Newton. ഓക്കെ, d2 എന്ന് പറഞ്ഞാൽ എന്താ? d2 എന്ന് പറയുന്നത് പിച്ച് ഡയമീറ്റർ ഓഫ് ദി പവർ സ്ക്രൂ എന്നാ പറയാം. പിച്ച് ഡയമീറ്റർ ഓഫ് ദി പവർ സ്ക്രൂ അല്ലെങ്കിൽ നോമിനൽ ഡയമീറ്റർ ഓഫ് ദി പവർ സ്ക്രൂ. അത് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആണ് d - 0.5 × p. p മീൻസ് പിച്ച്, d മീൻസ് എന്താണ്? അത് ഗിവൺ ഇൻ അവർ ക്വസ്റ്റ്യൻ. നോമിനൽ ഡയമീറ്റർ ഓഫ് ദി പവർ സ്ക്രൂ ദാറ്റ് ഇസ് d = 30 mm. അത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ ഇക്വേഷൻസ് ഡാറ്റാ ബുക്കിൽ ഉണ്ടാവില്ല, അത് ബൈ ഹാർട്ട് പഠിക്കേണ്ട ഇക്വേഷൻ ആണ്. അപ്പോൾ 30 - 0.5 × 6 ആകുമ്പോൾ 27 mm കിട്ടി. അതാണ് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ W കിട്ടി, d2 കിട്ടി. ഇനി എന്ത് കാണണം? ടാൻ ആൽഫ ആണ്. ടാൻ ആൽഫ എന്ന് വെച്ചാൽ എന്താ? ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ലീഡ് ആംഗിൾ എന്ന് പറയും. ലീഡ് ആംഗിൾ അത് ഈസ് ഈക്വൽ ടു LE / πd2 ദാറ്റ് ഈസ് ഈക്വൽ ടു സ്മോൾ ലെറ്റർ p ഇൻറ്റു സ്മോൾ ലെറ്റർ n ഡിവൈഡ് ബൈ π ഇൻറ്റു d2. ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 133ൽ 9.10 ഇക്വേഷൻ. ഓക്കെ, 9.13ൽ 9.10d എന്ന് പറയുന്ന ഇക്വേഷൻസ് നമുക്ക് ഡാറ്റാ ബുക്കിൽ കാണാൻ പറ്റും. മഹാദേവൻ ഡാറ്റാ ബുക്കിൽ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്, ഇവിടെ ഉണ്ട് ആ ഇക്വേഷൻസ്. ഓക്കെ, മറ്റേ ഇക്വേഷൻസ് എവിടെയുള്ളത്? ഇവിടെ കാണാൻ പറ്റും. ആദ്യം പറഞ്ഞ ഇക്വേഷൻസ് ഇതാണ് ഇക്വേഷൻ 9.12a. ഓക്കെ, അത് രണ്ടും കണ്ടുപിടിച്ചതിന് ശേഷം ഇവിടെ n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് സ്റ്റാർസ്, p മീൻസ് പിച്ച്, L is equal to p into n ആണ്. ഓക്കെ, പിന്നെ കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഫോർ ദ സ്ക്രൂ ഇസ് ഗിവൺ 0.1. കോയിഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഫോർ ദ കോളർ ഇസ് ഗിവൺ FC is equal to 0.09. mean diameter of the collar is given. Question number DC in notation 40 mm. Number of thread, double thread എന്ന് പറഞ്ഞുകൊണ്ട് അത് number of thread n is equal to 2 ആണ്. പ്രോബ്ലം ബേസ്ഡ് ഓൺ പവർ സ്ക്രൂ ആണ്. ഡബിൾ ത്രെഡ് ആയതുകൊണ്ട് നമ്പർ ഓഫ് സ്റ്റാർട്സ് ഇസ് ഈക്വൽ ടു 2 മീൻസ് ഇതാണ് നമ്പർ ഓഫ് സ്റ്റാർട്സ്. അവിടെ ഡബിൾ ത്രെഡ് ആയതുകൊണ്ട് നമ്പർ ഓഫ് ത്രെഡ് ഇസ് ഈക്വൽ ടു 2 ആണ്. രണ്ടും എന്തിനാണ് കൊടുത്തിട്ടുള്ളത്. നോമിനൽ ഡയമീറ്റർ pitch is given. Pitch is equal to 6 mm. It is given in our question. Okay.
Next is the continuation. Tan alpha is equal to P, pitch 6, it is given into n number of stars 2 divided by pi into pi means 3.14 to 27, so you will get the value of 0.1415. Okay, but direct substitution, so you will get the value of torque required to rise load is equal to 30,642.26 Newton millimeter എന്ന് കിട്ടും. ഇനി അത് ടോർക്ക് റിക്വയർഡ് ടു ലോവർ ദി ലോഡ്, ഈ ഇക്വേഷൻ നമ്മുടെ ഡാറ്റ ഒക്കെ ഉണ്ടാവില്ല, പക്ഷെങ്കിൽ അത് ബൈഹാക്ക് പഠിക്കണ്ട, കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഇപ്പോൾ ഡാറ്റ ബുക്ക് നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻ ഇവിടെ ഉണ്ടല്ലോ, ഡാറ്റ ബുക്ക് പേജ് നമ്പർ 135 ഇക്വേഷൻ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഇവിടെ എന്തായി മാറും, ടോർക്ക് റിക്വയർഡ് ടു ലോവർ ദി ലോഡ് W/2 × d2 × tan alpha പ്ലസ് എഫ് എന്നുള്ളത് എന്തായി മാറി, എഫ് മൈനസ് ടാൻ ആൽഫ എന്നായി മാറി. ഡിവൈഡ് ബൈ 1 മൈനസ് എഫ് ടാൻ ആൽഫ എന്തായി മാറി, ആ മൈനസോടെ പ്ലസ് ആക്കുക, 1 പ്ലസ് എഫ് ഇൻറ്റു ടാൻ ആൽഫ പ്ലസ് എഫ് സി ഇൻറ്റു ഡി സി. ഇതാണ് നമ്മുടെ ഇക്വേഷൻസ്. അപ്പോൾ അവിടെ കോളർ ഫ്രിക്ഷൻ തന്നതുകൊണ്ട് എഫ് സി എന്ന് പറഞ്ഞ ടേം കൺസിഡർ ചെയ്യുക. ഇഫ് കോളർ ഫ്രിക്ഷൻ ഇസ് നോട്ട് ഗിവൺ ദെൻ യു ക്യാൻ നെഗ്ലക്ട് ഇറ്റ്. That is the substitution. So you will get the value of torque required to lower the load is equal to 7,485.40 Newton millimeter. അപ്പോൾ ഇത് രണ്ടും കിട്ടി. നെക്സ്റ്റ് ഓവറോൾ എഫിഷ്യൻസി ഓഫ് ദി പവർ സ്ക്രൂ. ഓവറോൾ എഫിഷ്യൻസി ഓഫ് ദി പവർ സ്ക്രൂ കണ്ടുപിടിക്കാൻ ഇക്വേഷൻസ് ഡാറ്റാ ബുക്കിലുണ്ട്. ഡാറ്റാ ബുക്കിൽ ആ ഇക്വേഷൻസ് കാണാൻ പറ്റും. ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 135 9.12. ഡാറ്റാ ബുക്ക് പേജ് നമ്പർ 135 9.12 the equation. ഡാറ്റാ ബുക്ക് 135 ഇക്വേഷൻസ് കേട്ടോ. ഡാറ്റാ ബുക്ക് 135 9.12b എന്ന് പറഞ്ഞ ഇക്വേഷൻസ് നോക്കിയാൽ നിങ്ങൾക്ക് ഇക്വേഷൻസ് കാണാൻ പറ്റും. ഓവറോൾ എഫിഷ്യൻസി ഓഫ് ദ പവർ സ്ക്രൂ കണ്ടുപിടിക്കാൻ ഇക്വേഷനാണ് d2 × tan alpha divided by ബ്രാക്കറ്റിൽ d2 × tan alpha plus f divided by 1 minus f into tan alpha bracket close fc into dc. 9.12b എന്ന് പറയുമ്പോൾ ഇക്വേഷൻസ് ഇവിടെ കാണാൻ പറ്റും. കണ്ടില്ലേ ഈ ഇക്വേഷൻസ്, അതായത് ഇത് അല്ലെങ്കിൽ ഇത് രണ്ട് കണക്കിന് എവിടെയാണ് ആൻസറിന് കിട്ടുക. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്യുന്ന സമയത്ത് d2 വാല്യൂ നമുക്കറിയാം 27 ഇൻറ്റു ടാൻ ആൽഫ ഈക്വൽ ടു 0.1415 ഡിവൈഡ് ബൈ 27 ഇൻറ്റു 0.1415 പ്ലസ് 0.1 ഡിവൈഡ് ബൈ 1 മൈനസ് 0.1 ഇൻറ്റു 0.1415 പ്ലസ് 0.09 ഇൻറ്റു 40. അപ്പോൾ അത് കിട്ടി. ഓവറോൾ എഫിഷ്യൻസി ഓഫ് ദി പവർ സ്ക്രൂ ഈ പ്രോബ്ലത്തിനെ സംബന്ധിച്ചിടത്തോളം 37.40% കിട്ടി. ഇനി അടുത്ത ചെക്ക് ചെയ്യേണ്ടത് ഈസ് ദാറ്റ് പവർ സ്ക്രൂ ഈസ് സെൽഫ് ലോക്കിംഗ്. അപ്പോൾ നോക്കുക, ഹിയർ എഫിഷ്യൻസി ഓഫ് ദി പവർ സ്ക്രൂ ഈസ് ലെസ് ദാൻ 50%. Therefore the given screw is self locking. കണ്ടോ, ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ.